ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടു ബ്രദേഴ്സ് ഹോം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് വരെയുള്ളൊരു വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ സിറ്റിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വിശന്ന് കുത്തി 1 മണി ആയപ്പോഴാണ് വന്നതേ. പിള്ളേർക്ക് ചോറ് കൊടുത്തു, ബാലൻസ് വന്ന് കറി കൂട്ടി ഞാൻ ചട്ടിയിലിട്ട് ചോറ് വാരി തിന്നു. പിന്നെ ഉച്ചയ്ക്കത്തേനുള്ള മീൻ കറി വെക്കാനായിട്ടാണ് പോയത്. രാവിലെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് അമ്മ അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് പോയിട്ട് വന്നതിൻ്റെ എല്ലാ അവലക്ഷണങ്ങളും എൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ എന്നെ മീൻ കറി വെക്കാൻ ഹെൽപ്പ് ചെയ്യാൻ അബിക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമുക്ക് ഗ്രാമസഭ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ടോപ്പ് തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾക്ക് ആനുവൽ ഡേ ആണ് വരുന്നത്. അപ്പം നമ്മുടെ MBTA യൂണിഫോം പോലെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് തയ്ക്കാൻ കൊടുക്കണമായിരുന്നു. അതൊക്കെ തയ്ക്കാൻ കൊടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇന്നിങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊന്നും ഒരു മൈൻഡിലല്ലായിരുന്നു. പിന്നെ അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ കടിച്ച് വാരി വൃത്തിയാക്കിയിട്ടിട്ട് പോയതാണ്. എന്നിട്ട് അമ്മമാരുടെ അങ്കപ്പാടിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാറയിലൊക്കെ അടിച്ച് വാരി മിറ്റം പേരെയൊക്കെ ഒന്നുകൂടെ തൂത്ത് വാരി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയല്ലോ. ഇതാരാടാ ഈ കാണിച്ചിട്ടിരിക്കണ മിറ്റം? ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടിരിക്കണ മിറ്റം കാണിച്ചു വെച്ചേക്കുന്നതുണ്ടോ? അവന്മാർ ബാറ്റുണ്ടാക്കി കളിച്ച. പിന്നെ ഇതിപ്പോൾ അടിച്ചിട്ടും കാര്യമില്ല, കാരണം ഭയങ്കര കാറ്റാണ്. നമുക്കത് ഇന്ന് ഇവിടെ മൊത്തം അടിച്ച് വരണം. മൊത്തം ഇല്ലിയുടെ ഇല വീണിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം വെട്ടീൻ്റെ ഒക്കെ വീണ് കിടക്കുന്നത്. അപ്പം ഇന്ന് ഇതെല്ലാം അടിച്ച് വാരി കൂട്ടിയിട്ട് കത്തിക്കണം നമുക്ക്. ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് അപ്പൂസ് എവിടെ വന്നേ? ഓടിവാ ചോറിനണ്ടേ? വിശക്കുന്നില്ലേ? ആണോ? പല്ലളക്കോ ഇന്ന്? ഇങ്ങനെ കാട്ടിയേ, ഇവിടെ വാ. എല്ലാ ദിവസവും ഇളക്കണം എൻ്റെ പൊന്ന്. കേസ് കണ്ടോണേ, ഒരുത്തൻ്റെ പല്ലിൻ്റെ അവസ്ഥയാണ്. ഈ 2 എണ്ണം പല്ല് പറിക്കണതിന് മുമ്പേ പൊങ്ങി വന്നതാണ്. പിന്നെ അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഈ പല്ല് ഇളകുന്നുണ്ട്. ഇവനോട് ഇളക്കാൻ പറഞ്ഞിട്ട് അവനെ ഇളക്കൂല. അവന് ഭയങ്കര പേടിയാണ്. ബാ ചോറുണ്ടാ. അബിക്കുട്ട ചോറ് വേണ്ടേടാ? കളിഫോൺ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ചേട്ടനെ അനിയൻ ബെൽറ്റ് വെച്ച് അടിച്ചേക്കണു. ചേട്ടനെ തല്ലുവോ? എഴുതാക്കടാ, പൊടിമണ്ണീന്ന് എഴുതാക്കടാ. 10 രൂപ വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടോക്കാം 2 എണ്ണത്തിന്. കൊണ്ടോ, OLX-ലിട്ട് വിൽക്കാൻ പോവാ ഞാൻ 2 എണ്ണത്തിന്. എന്നിട്ട് നല്ലത് നോക്കി പുതിയത് 2 എണ്ണം വാങ്ങാം. ഈ 2 എണ്ണത്തിന് എനിക്ക് വേണ്ട. ഞാൻ OLX-ലിടുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കൊണ്ടുപോകാം. 10 രൂപ തരണ്ടേ ഇവന്മാർക്ക്? 10 രൂപ. 1 രൂപ വേണ്ട, നിങ്ങൾ കൊണ്ടോക്ക, ധൈര്യമായിട്ട് കൊണ്ടോക്ക. അമ്മ അത് ഞാൻ ഏതായാലും 2 പെമ്പിള്ളാരെ മേടിക്കാൻ പോകും. അതാകുമ്പോഴത്തേന് വീട്ടിലെ പണിയെങ്കിലും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യും. ഇതാണെങ്കിൽ എൻ്റെ തല തിന്നാ ഹെൽപ്പ് ചെയ്യുന്നത്. അയ്യോ, നീ അങ്ങനെയല്ലല്ലോ ഇപ്പം പറഞ്ഞ. എന്നാ പറഞ്ഞേ? അപ്പോൾ അതേ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോവാണ്. അവന്മാരതേ അകത്തിരുന്ന് ചോറുണ്ണുന്നുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ. എൻ്റെ പൊന്നോ, കണ്ട് ഞാൻ മടുത്ത്. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു ചോറുണ്ണാനായിട്ട്. കാറ്റൊക്കെ കൊണ്ടിരുന്ന ചോറുണ്ണാലോ. അപ്പം ഇന്ന് ചോറിന് വേണ്ടിയിട്ട് ദേ നല്ല അടിപൊളി മാങ്ങ അച്ചാറുണ്ട്. പിന്നെ നമ്മുടെ മീൻകറിയുണ്ട്. മീൻകറിയും അച്ചാറും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു പെട്ടി പിടിക്കാം. എനിവേസ്, നിങ്ങൾ ചോറുണ്ടോ? ഞാൻ ചോറുണ്ണാൻ പോവാണ്. അപ്പം പിന്നെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ. ഇനി ചോറിൻ്റെ ഇട്ട് പറമ്പടിക്കാൻ പോകണം.
പറമ്പടിക്കാൻ പോകുന്ന വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ് ഇവിടെ. ചൂടത്തിറങ്ങി നമ്മളെ കരിഞ്ഞുണങ്ങി ടാൻ വന്നൊരു വഴിയാവും. ഞങ്ങൾക്ക് അടുത്ത മാസം ഒരു പിള്ളേരുടെ ആനിവേഴ്സറി ഉണ്ട്. അത് കഴിയുമ്പം അതിൻ്റെ പിന്നത്തെ മാസം നമുക്കൊരു ടൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫേസൊക്കെ മാക്സിമം നന്നായിട്ട് നോക്കണം. കുറച്ച് എനിക്കങ്ങനെ ഫേഷ്യൽ വീഡിയോസൊന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഫേസ് പാക്കിൻ്റെ ഒന്നും. പക്ഷേ നമ്മൾ ഈ ഒരു കുറച്ച് ദിവസത്തിന് നമ്മുടെ ഫേസ് ഇച്ചിരി ഒന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടി കുറച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ടൂർ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാമെന്ന്. അല്ല, ഞങ്ങളുടെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞത് അപ്പുറം കിടക്കുന്ന തമിഴ്നാടാണ് കേസ്. ഞാൻ ഈ കേരളം വിട്ട് ഞാനൊരു കൺട്രി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൺട്രി അല്ല, എനിക്കറിയാം, അതിന് ട്രോളണ്ട. ഞാനങ്ങ് പറഞ്ഞ ആഗ്രഹം പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഇച്ചിരി പുറത്ത് പോയിട്ടുണ്ട് ഞാൻ കണ്ടേക്കണതെന്ന് പറഞ്ഞാൽ കോട്ടയം പോയിട്ടുണ്ട്, അത് ഹോസ്പിറ്റലിൽ പോയതാണ്. അല്ലാതെ നമ്മൾ ടൂർ ബേസ് പോയിട്ടുണ്ടെങ്കിൽ മൂന്നാർ, അത് ഇടുക്കി തന്നെ ഒത്തിരി പോകാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. മൂന്നാർ പോയിട്ടുണ്ട്, അല്ലാതെ ഒന്നും പോകുന്നില്ല. എന്നാലും ഞാൻ പോകും. സത്യം പറയാലോ, ഇന്ത്യ കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു കൺട്രി പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ തന്നെ അംബാനി കുടുംബമായതുകൊണ്ട് അതൊക്കെ നടക്കും. ഓരോരുത്തരൊക്കെ വീഡിയോ ഇടുന്നതാണ് നമുക്ക് ഒത്തിരിയാവുക. ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്, എക്സ്പ്ലോർ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ആകപ്പാടെ ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് റേഷൻ കട വരെ പോകുന്ന, അല്ലെങ്കിൽ അടിമാലി അല്ലെങ്കിൽ ചെറുതാണി ആശുപത്രി പോകുന്ന. എല്ലാ പ്രാവശ്യവും ഇത് തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? എനിക്ക് ബോറടിക്കത്തില്ലേ? അതല്ലാതെ എങ്ങും പോകുന്നില്ലാത്ത ഞാൻ എന്ത് കാട്ടാൻ? അടുത്ത ദിവസം എനിക്ക് ഇരുത്തോട്ട് റേഷൻ കട പോകുന്നുണ്ട്. വീഡിയോ ആണോ? ബട്ട് ഒരു നാൾ ഞാൻ പോകുമായിരിക്കും. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അങ്ങ് ദൂരെയൊന്നുമില്ല, ഈ തൊട്ടടുത്തുള്ള സ്വിറ്റ്സർലാൻഡ്, കൊറിയ, പിന്നെ ചൈന, അവിടെയൊക്കെ പോയാൽ മതി. പിന്നെ ചൈന കൊറോണ പേടിച്ച് എനിക്ക് ചൈന പോകാൻ ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. ചൈനീസിലെ ഫുഡ് ട്രൈ ചെയ്തതാണെന്ന് വെച്ചാൽ പല്ലി പുഴുവൊന്നുമല്ല. പക്ഷേ ഞാൻ ഈ ചൈനീസ് കുക്കിംഗ് വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ കാണും. എൻ്റെ ലിസിക്കിയുടെ ഒക്കെ ചാനലാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരും. അപ്പോൾ ടൗൺ ഏരിയയിൽ ഇപ്പോൾ വലിയ പാർട്ടി അല്ലെങ്കിൽ ഭയങ്കര ടൗൺ ഏരിയ പോകാനല്ല, എനിക്ക് അവിടുത്തെ നാട്ടിൻ പുറം അങ്ങനത്തെ സ്ഥലങ്ങൾ പോകാനാണ് ഇഷ്ടം. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ് എല്ലാവരും തന്നെ ടൗൺ ഏരിയ ടൂർഷിപ്പിലൊക്കെയാണ് പോകുന്നത്, ടൂറിസ്റ്റ് ഉള്ള ആ ഏരിയ. എനിക്കങ്ങനെയുള്ള, അതായത് നമ്മുടെ വലിയ അങ്ങനത്തെ സ്ഥലങ്ങളല്ല. ഇപ്പോൾ ചൈനീസിലാണെങ്കിൽ പോലും വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഒതുങ്ങി അവിടുത്തെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊറിയ മീൻസ് വിൻ്റർ സീസണിൽ പോകണം, മഞ്ഞ് പെയ്യുന്ന സമയത്ത്. എനിക്ക് അത് ഭയങ്കര ആഗ്രഹം. പിന്നെ കൊറിയ മെയിനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ BTS. പിന്നെ കൊറിയൻ പേഴ്സിനൊക്കെ ഒന്ന് കാണാമല്ലോ നേരിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ശേഷം ബാക്കി പിന്നാലെ എടുക്കാം. ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ചോറിനെടുത്തില്ല, ഞാൻ ചോറിനിട്ടോ കേട്ടോ. അതെ, നമ്മുടെ തേൻ കൽക്കണ്ടമായിട്ടിരിക്കുന്നതാണിത്. ഉണ്ടോ, നമ്മുടെ ഒറിജിനൽ തേനാണ് ഇങ്ങനെ കൽക്കണ്ടാവുള്ളൂ എന്ന് പറയണം, അല്ലാത്ത തേൻ ഇങ്ങനെ കൽക്കണ്ടാകത്തില്ല. ഉണ്ടോ, അപ്പോൾ നമ്മൾ ഇതിനകത്തോടെയും കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. അതൊന്ന് കലങ്ങി വരാൻ പാകത്തിന്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് അലോവേര ജെല്ല്, എൻ്റെ കുപ്പി അലോവേര ജെല്ല് തീർന്നു പോയി. അപ്പോൾ നമ്മുടെ ഒറിജിനൽ അലോവേര അതിൻ്റെ ജെല്ല് നമുക്കെടുക്കാം.
നമുക്ക് ഇങ്ങനെ തൂക്കുന്നത് നല്ല കേട്ടോ. ഞാനിപ്പോൾ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നാൽ പക്ഷേ പിരിക എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇടാതെ ഞാൻ വീഡിയോ എടുക്കത്തില്ല. പിന്നെ പിരികെന്ന് പറഞ്ഞാൽ പിരിക എനിക്കില്ല, അപ്പം എനിക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റേ പറ്റത്തുള്ളൂ, ഒറിജിനൊന്നും പറ്റത്തില്ല. കുറച്ച് അലോവേര ജെൽ ഓൾറെഡി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തേച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്തുള്ളത് അത്ര കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൂത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതേ നമുക്ക് നമ്മുടെ അലോവേര ജെല്ലും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഈ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനിങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ജെല്ല് വരും. ഉണ്ടോ, കണ്ടോ അതിൻ്റെ ജെല്ല് വീഴുന്നുണ്ട്. അധികം കട്ടയാവാതെ വീഴണേ. ഫേസ് പാക്കിനൊക്കെ അധികം കട്ടയില്ലാതെ വീഴുന്നത് നല്ലത്. ഇനി ഇളക്കി നോക്കട്ടെ. ഇളക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജെല്ല് ചേർക്കാവേ. വേണ്ട, ഇതേ നമ്മുടെ പാക്കിൽ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഇനി നന്നായിട്ട് കൈയും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കാരണം നമ്മുടെ തേനിൻ്റെ കൽക്കണ്ടം കിടപ്പുണ്ട് അതിനകത്തിട്ട്. അത് നമുക്ക് ഉടച്ചെടുക്കും. ചേട്ടാ കണ്ട എന്നെ കൊല്ലും. ഈ തേൻ ഫേസ് പാക്ക് ഞാൻ എടുത്തേക്കരുതെന്ന് പറഞ്ഞു. ചെറുതേനെ ഇരിപ്പുണ്ട്. ഞാൻ അതും ഇതിനകത്തോട് ഇച്ചിരി ഒഴിച്ചായിരുന്നു, പക്ഷേ അത് ഇച്ചിരി പഴയതാണ്. അപ്പോൾ അതേ നമ്മുടെ തേനും മുൾട്ടാണി മിറ്റി പൗഡറും പിന്നെ നമ്മുടെ റോസ് പെറ്റൽസ് പൗഡറും അലോവേര ജെല്ലും ഇത് നാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫേസിന് നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ടാൻ മാറ്റാനും നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കാനും ക്ലിയർ ആക്കാനും നല്ലൊരു ബ്രൈറ്റൻ തരാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങളത് റോസ് പെറ്റൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കടലമാവില്ലേ, കടലമാവ് എടുത്താലും മതി. കടലമാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ റോസ് പെറ്റൽസ് പൗഡർ മേടിച്ചിട്ട് ഞാൻ അധികം ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ബീട്രൂട്ട് പൗഡർ ഉണ്ടായിരുന്നു. ബീട്രൂട്ട് പൗഡർ ഞാൻ പിന്നെ ഫേസ് പാക്ക് ചെയ്ത് അത് തീർന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ എടുത്തില്ലെന്നുള്ളൂ. ഞാൻ ബീട്രൂട്ട് പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫേസ് പാക്കുകൾ ഞാൻ ചെയ്ത് നോക്കിയാണ്. അതിലൊക്കെ ഒരു ഡിഫറൻസ് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കഴുത്തിൽ ഈ കോളറിൻ്റെ ഡ്രസ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് അധികം തൂക്കത്തില്ല. അപ്പോൾ അതേ കണ്ടോ, ഇത് ഈ ചെളിയുടെ കളറല്ല കേട്ടോ, ഒരു വേറെന്തോ എന്താ കളറെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ആ ഒരു കളറാണ്. നല്ല റോസാപ്പൂവിൻ്റെ മണമാണ്. നല്ല സൂപ്പർ ഫേസ് പാക്കാണ്. നന്നായിട്ട് നമ്മുടെ ഫേസിൽ നിറം വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ റോസ്. അതിന് മുമ്പ് ഇത് കുട്ടി സാധാ അലോവേര എടുക്കുന്നതെങ്കിൽ ഇത് ഫേസ് പാക്ക് ഇടുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അത് വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട ശരിക്കും വലത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ താഴെ മിറ്റം അടിക്കണം, ചേട്ടാ വൈകുന്നേരം തന്നെ അത് കത്തിക്കണം, പിന്നെ അരി ഇടണം. കറിയൊന്നും വെക്കേണ്ട, മീൻ ഇരിപ്പുണ്ട്. അയ്യോ തെളുത്തില്ല. എന്നിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ എന്ത് ഫേസ് പാക്ക് ഉപയോഗിച്ചാലും മസ്റ്റായിട്ട് നമ്മളത് കഴുത്തിലൂടെ തേച്ച് കൊടുക്കണം. അത് മറന്നു പോകരുത്. പിന്നെ നമ്മുടെ മുഖത്തിനൊരു കളറും കഴുത്തിന് വേറൊരു കളറായിരിക്കും. പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നീട് നോക്കുമ്പോൾ അവരുടെ ഫേസിനൊരു കളർ, കഴുത്തിന് വേറെ കഴുത്ത് വേറെ ആരണ്ടർ കൊണ്ട് വെച്ച പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. അമ്മയോട് അടിച്ചു തുടങ്ങി. ഇനി വീഡിയോ എടുത്തോണ്ടിരിക്കല്ലോ ഇനി. നല്ല കളറല്ലേ, ഇഷ്ടമായി. പിന്നെ എന്ത് ഫേസ് പാക്ക് നമ്മുടെ ഫേസിലിട്ടാലും മാക്സിമം മധുരം കട്ടയ്ക്കാണ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് കോളറിൻ്റെ ഈ ഡ്രസ്സിൽ കൂടെ പറ്റുന്നതുകൊണ്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ വേറെ ഇട്ടോളാം. വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്നില്ലെന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മുൾട്ടാനി മീറ്റി പൗഡർ, അലോവേര ജെല്ല്, തേൻ, പിന്നെ റോസ് പെറ്റൽസ് പൗഡർ, ഇത്രയാണ് നമ്മൾ ഫേസ് പാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോസ് പെറ്റൽസ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് എടുക്കാം, ഗോതമ്പ് പൊടി എടുക്കാം, ബീട്രൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡർ എടുക്കാം. എനിത്തിങ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ ഫേസിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു കയ്യിലൂടെ ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ഒറിജിനൽ കളർ ഉണ്ടോ? ഇരിക്കട്ടെ. അയ്യോ, എനിക്ക് തുണി മടക്കാണ്ട് വേണം. ഇത് കയ്യിൽ തൂത്ത് വെച്ചാൽ തുണി മടക്കാൻ പറ്റത്തില്ല, അരി ഇടാൻ പറ്റും, അരി കഴുകാൻ പറ്റത്തില്ല. ഒട്ടത്തര. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഫേസിലൊക്കെ ഞാൻ മൊത്തം മുണ്ടപ്പുറം വാരി പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. വെറുതെ കളയണ്ട, അല്ല പുറത്ത് കളയാം. ഇതിനാ വെറുതെ കളയാൻ. നമ്മൾ എന്തും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നത് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം.
ഓക്കെ 15 കഴിഞ്ഞാണേ. അങ്ങനെ ഒരു 15-20 ഒരു അരമണിക്കൂറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഡ്രൈ ആയിട്ടില്ലല്ലോ എന്ന്. ഞാൻ നന്നായിട്ടൊന്ന് വേർത്തായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഡ്രൈ ആവാത്തത്. പിന്നെ മറ്റ് ഫേസ് പാക്കിനെ പോലെ ഓവറായിട്ട് ഇത് ഡ്രൈ ആയിട്ടില്ല. നമ്മൾ ചെറുതിന് വണ്ടനൊക്കെ ചെറുതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാവേ. ഉള്ളിലൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചോക്ലേറ്റ് കണക്കിരിക്കുന്നു അല്ലേ, നല്ല മധുരം. വെള്ളം തീർക്കുന്നത് ഞാൻ ഒന്ന് കഴുകിയിട്ട് വരാവേ. നല്ലൊരു മാറ്റമുണ്ട് ഫേസിന്. കണ്ടോ, ഞാൻ വേഗം പോയി കഴുകിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അലവര കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സ്കിൻ നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, എൻ്റെ കൈയുടെ കളറും മുഖത്തിൻ്റെ കളറും കണ്ടോ. അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞ് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലാവുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. കണ്ടോ, നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും എന്നാ പറയുക, നല്ലൊരു ഫ്രഷ് മൂഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെയും ടാറ്റ ബൈ ബൈ സി യു. അല്ല പൂസേ, അപ്പോൾ എന്താ പറയുക, ഞാൻ എന്നും പറയുന്നുണ്ട്, നിങ്ങൾ ആരും അങ്ങ് അനുസരിക്കുന്നില്ല. ബ്ലീഡി വലിക്കണ്ട നീ. എന്താണെന്നറിയത്തില്ല, നിങ്ങൾക്ക് കേട്ടിട്ട് നല്ല അനുസരണശീലമൊന്നും ഇല്ല. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് നല്ല നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്നോട് പറയാൻ നല്ല രീതിയിൽ സമയം എടുക്കുമെന്ന് എനിക്കറിയാം. ആ ഒരു നല്ല സമയത്തിന് വേണ്ടി എത്ര അധികം വെയിറ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അവസാനം എൻ്റെ കാത്തിരിപ്പിന് ഫലം കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാമായ എല്ലാവർക്കും ഒരുപാട് ചക്കര ഉമ്മ. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ സ്വത്തുക്കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വേറൊരു ചാനലിൻ്റെ അടിച്ചു മാറ്റിയതാണ്. സ്വത്തുക്കുട്ടികൾക്കും ഒരുപാട് ഹൃദയത്തിൽ നിന്നുള്ള വെൽക്കം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.